സുഭാഷേ ഇറങ്ങി വാടാ, സുഭാഷേ ഇറങ്ങി വാടാ. എന്നാ ചേട്ടാ പ്രശ്നം എന്നാ? അതായത് ഒരു 6-7-8 ദിവസങ്ങളായിട്ടുണ്ടാവും ഒരു പൂച്ച ഇതിനകത്ത് വിട്ട് കിടക്കുന്നത് ഈ 555 ടവറിന്റെ മെട്രോ ഇത് ഞാനിപ്പോ നിൽക്കുന്നത് കൊച്ചി മെട്രോയുടെ സമീപത്താണ്. കലൂര് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്റ്റേഷനാണിത്. അതപ്പോ നിങ്ങളെ സുഭാഷ് ഇപ്പൊ കാണുന്നില്ല. സുഭാഷ് ഇപ്പൊ കാണുന്നില്ല. പൂച്ചയ്ക്ക് നിങ്ങൾ സുഭാഷ് എന്ന് പേരിട്ടു, പൂച്ച അതിന്റെ മുകളിൽ പെട്ടുപോയി. അതെ, ഈ സുഭാഷ് എന്ന് പേരിടാൻ കാരണം വെച്ചാൽ മഞ്ഞമ്മൽ ബോയ്സിലെ സുഭാഷ് താഴെയാണ് വീഴുന്നത്, ഇത് ഈ സുഭാഷ് മേളിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് സുഭാഷ് എന്ന് പേരിടാൻ കാരണം. രക്ഷപ്പെടണം, അത്രേ ഉള്ളൂ. സുഭാഷ് മഞ്ഞമ്മൽ സുരേഷ് രക്ഷപ്പെട്ടല്ലോ എന്ന പോലെ ആരെങ്കിലും രക്ഷപ്പെടുത്തണം അതിനാ. അപ്പൊ ഞങ്ങൾ ഇതിനു വേണ്ടി പലരും സമീപിച്ചു, ഫയർഫോഴ്സിനെ വിളിച്ചു. അപ്പോൾ അവര് പല കാര്യങ്ങളാണ് പറഞ്ഞു. അതായത് സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്, അവിടെ വന്ന് ഇതിനെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് റെയിൽ തടസ്സമുണ്ടാവും. ഇന്നലെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ മുതൽ കാണുന്നില്ല. ഇന്ന് രാവിലെ ഇവിടെ ഉണ്ട്. ഇപ്പൊ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, കാണുന്നുണ്ട്. ഭക്ഷണമുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, മെട്രോക്കാർ കൊടുക്കുന്നുണ്ട്. മെട്രോക്കാര് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. നിങ്ങളാണിത് ആദ്യം കണ്ടെത്തുന്നത്? ഞങ്ങൾ ഇല്ല, മെട്രോക്കാർ കണ്ടിട്ടാണ് അവർ ഇവിടെ ഒന്ന് നോക്കിയിട്ട് ഞങ്ങളോട് ചോദിച്ചു ഇങ്ങനെ കണ്ടാന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞു, ഇതിലൂടെ നടക്കണ്ടെന്ന്. അവർക്ക് ക്യാമറ കൂടി കാണാമല്ലോ. അപ്പൊ അവര് ഡെയിലി ഫുഡൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എടുക്കാനുള്ള ശ്രമം നോക്കിയവര്, പക്ഷെ നടന്നില്ല. കാരണം വെച്ചാൽ ഈ ആള് ചെല്ലുമ്പോഴത്തേക്കും പൂച്ച ഓടി അതിന്റെ ഇടയിലൊക്കെ കയറും. ഇത് ഇങ്ങോട്ട് മാറി ആ ദൃശ്യങ്ങളൊന്നും കാണിച്ചു കൊടുത്ത ആ മെട്രോ പില്ലറിന്റെ ഒരു വശത്തേക്ക് ഒരു വല ഇട്ടിട്ടുണ്ട്. ആ വലയിൽ കൂടി ഇറങ്ങാൻ അത് ഇട്ട് കൊടുത്തതാണ്. ആ ദൃശ്യം കാണിച്ചു കൊടുത്ത ഇതിന്റെ പില്ലറിന്റെ മുകളിലൂടെ ഒരാഴ്ചയായി നടക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ മെട്രോയിലെ ജീവനക്കാർ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇറങ്ങാൻ കഴിയുന്നില്ല. ഫയർഫോഴ്സിനെ വിളിച്ചെങ്കിലും ഫലം ഉണ്ടായില്ല എന്നാണ് ഇവർ പറയുന്നത്. ചേട്ടാ, അങ്ങനെ എവിടെ എന്താ അവസ്ഥ? എങ്ങനെയെങ്കിലും ഇത് താഴെ ഇറക്കണം. എങ്ങനെയും താഴെ അനിമൽ റെസ്ക്യൂവിന്റെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ അവരിപ്പോ ക്രൈം വന്നു കഴിഞ്ഞ ഉടനെ അവര് താഴ്ത്തിറക്കാനുള്ള പരിപാടിയിലാണ് വന്നേക്കുന്നത്. അവർ ഇന്നലെ വൈകുന്നേരം ഞങ്ങളുടെ എല്ലാവരും ഇവിടെ കൗതുകത്തോടെ നോക്കുവാണ് ഇത്. സുഭാഷ് ആരാണെന്നുള്ള കണ്ടീഷനിലാണ് എല്ലാവരും നിൽക്കുന്നത്. സുഭാഷ് പൂച്ചയാണെന്ന് പറയുന്നത് പൂച്ചയാണ് ഓക്കെ. പക്ഷെ ആ ഒരു ജീവിയാണല്ലോ, ആ ജീവിനെ നമ്മള് രക്ഷിക്കുക എന്നുള്ളതാണ്. അതെ, ഒരാഴ്ചയായിട്ട് ഇത് ഒരു ജീവനാണല്ലോ എന്നുള്ളതാണ്. ഞാനിവിടെ വേറെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അനിമൽ റെസ്ക്യൂവിന്റെ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് റെസ്ക്യൂക്കാരാണ്? ഞാനല്ല, ഇത് റെസ്ക്യൂ ചെയ്യാനുള്ള പരിപാടിയാണ്. എങ്ങനെ ഇത് മുകളിൽ കയറുക? ഇതിപ്പോ ക്രെയിൻ വരുന്നുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റിനെ വിളിച്ചിട്ട് അവരുടെ സഹായത്തോടെയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഇത് രക്ഷിക്കാനുള്ള പരിപാടി നോക്കുകയാണ്. ചേട്ടാ, എല്ലാവർക്കും ഇതേ നിങ്ങൾ വന്നേ നാണിക്കല്ലേ, ഇത് എല്ലാവർക്കും ഒരു സങ്കടമാണോ? എല്ലാവർക്കും ഒരു സങ്കടമാണ് ഇതിന്റെ മേളിൽ ഇങ്ങനെ ഒരു പൂച്ച കയറിയിരിക്കുന്നത്. സുഭാഷിനെ കാണുന്നില്ല. ഏതായാലും കൊച്ചി മെട്രോ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്റ്റേഷനിലാണ് പില്ലറിന്റെ മുകളിൽ ഒരു 556 നമ്പർ പില്ലറിന്റെ മുകളിൽ ഒരു പൂച്ച കുടുങ്ങിയത്. പൂച്ചയെ ഇപ്പോൾ കാണുന്നില്ല. ആ പൂച്ചയെ രക്ഷിക്കാനുള്ള സംഘം എത്തിയിട്ടുണ്ട്. ക്രെയിൻ കൊണ്ടുവന്ന് രക്ഷിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സബിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടൻ, റിപ്പോർട്ടർ കൊച്ചി.